വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, വീട്ടുകാർക്ക് അലക്കുന്നതിന് ഏറ്റവും വലിയ സൗകര്യം ചെയ്യുന്നതിനുള്ള ഒരു മിഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് നമ്മൾ ചെയ്യുക? നമ്മളെല്ലാ തുണികളും കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ട് അതിനെ ഒരുമിച്ച് അടിച്ച് പതപ്പിച്ച് വൃത്തിയായി ഉണക്കി നമ്മളെടുത്ത് വിരിക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു വലിയ അബദ്ധം സംഭവിച്ചു പോകുന്നുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം. കാരണം നമ്മൾ കൊണ്ടിടുന്ന തുണിയിൽ ഭർത്താവിൻ്റെ പിന്നെ യൂണിഫോം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭാര്യയുടെ മാക്സിയോ നൈറ്റിയോ എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളുടെ മലമൂത്ര വിസർജനങ്ങൾ പുരണ്ട നജസായ ചെറിയ വസ്ത്രങ്ങളുണ്ടാവും. അപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് വാഷിംഗ് മെഷീനകത്ത് ഇടുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അതിനകത്ത് കിടന്ന് അടിഞ്ഞ് പിന്നെ പതഞ്ഞൊക്കെ വരുമ്പോൾ ഈ നജസ് ഇല്ലാത്ത വസ്ത്രത്തിൽ കൂടി ഈ നജസ് ആകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അത് പൂർണ്ണമായി വൃത്തിയാവുകയുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരുമിച്ചാണ് ഇടുന്നതെങ്കിൽ ഈ നജസായ വസ്തുവിൻ്റെ നജസിനെ നീക്കാൻ, മറ്റുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, നജസിനെ വെള്ളം ഒഴിച്ച് നീക്കിയതിന് ശേഷം ഒരുമിച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടുക. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേത് മാത്രമായ നജസായ വസ്ത്രങ്ങളെ ഒരു പ്രാവശ്യം ഇട്ട് അത് അലക്കി തീർന്നതിന് ശേഷം നജസല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ ഇട്ട് അലക്കാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം നാം നമസ്കരിക്കുമ്പോൾ നാം ധരിക്കുന്ന വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം. വസ്ത്രവും സ്ഥലവും പിന്നെ നജസിൽ നിന്ന് ശുദ്ധിയായില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഈ വസ്ത്രത്തെ ആ രീതിയിൽ പരിശുദ്ധമാക്കേണ്ടത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.